ഇങ്ങനെ കച്ചറ പിടിച്ച്, പൊടി പിടിച്ച്, ചെളി പിടിച്ചിരിക്കണ കാറ് എങ്ങനെ കഴുകി വൃത്തിയാക്കാം? അതാണ് ഇന്നത്തെ വീഡിയോ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം അതിൻ്റെ ഉള്ളിലത്തെ ഫ്ലോർ മാറ്റ് എടുത്ത് പുറത്തിടേണ്ടതാണ്. എന്നിട്ട് കേരളത്തിൽ ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഇഗ്നിസ് പ്രീമിയം കാർ കെയർ ഷാമ്പൂ ആണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ കൂടെ ഒരു 50 രൂപയുടെ ചെറിയ ബ്രഷ്. എന്നിട്ട് ഈ കച്ചറ പിടിച്ച ഫ്ലോർ മാറ്റ് ഒരു കപ്പ് വെള്ളം കൊണ്ടൊന്ന് കുതിർത്തെടുത്തതിന് ശേഷം ഒരു ഡ്രോപ്പ് ഈ പ്രീമിയം കാർ കെയർ ഷാമ്പൂ ഇറ്റിച്ചിട്ട് നന്നായിട്ടൊന്ന് ആ ബ്രഷ് വെച്ച് ഉരച്ചെടുക്കേണ്ടതാണ്. സത്യം പറഞ്ഞാൽ ഫ്ലോർ മാറ്റ് വാഷ് ചെയ്തിട്ട് ഒരു മാസമായി. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഡേർട്ട് ഉണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ ജസ്റ്റ് വാഷ് ചെയ്തതിന് ശേഷം പാസഞ്ചർ സൈഡിലത്തെയും അതുപോലത്തെ റിയറിലത്തെയും ഫ്ലോർ മാറ്റ് ഇതേപോലെ വാഷ് ചെയ്തെടുക്കേണ്ടതാണ്. വാഷ് ചെയ്ത് ക്ലീൻ ആക്കിയ ഫ്ലോർ മാറ്റ് ഉണക്കാൻ വെച്ചതിന് ശേഷം ഇനി നമുക്ക് അടുത്ത് ടയർ ക്ലീൻ ആക്കണം. ആദ്യം ഫ്ലോർ മാറ്റും ടയറൊക്കെ ക്ലീൻ ആക്കണതിൻ്റെ ഉദ്ദേശം എന്താ വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് വണ്ടി വാഷ് ചെയ്തതിന് ശേഷം ഇത് കഴുകാൻ നല്ല മടിയായിരിക്കും. അങ്ങനെ കച്ചറ പിടിച്ച ടയർ ക്ലീൻ ആക്കിയതിന് ശേഷം നമുക്ക് ബോഡി വാഷിലേക്ക് പോകാം. പ്രഷർ വാഷറും ഫോം ക്യാനൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതുപോലെ ബക്കറ്റിലേക്ക് കുറച്ച് ഷാമ്പൂ എടുത്ത് ടാപ്പിൽ വെള്ളം തുറന്ന് ഇതുപോലെ ചായ കാച്ചണ പോലെ കാച്ചിട്ട് പതപ്പിച്ചെടുക്കേണ്ടതാണ്. എന്നിട്ട് ഈ പതപ്പിച്ച ഫോം കാറ് മൊത്തം ഒന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. അപ്പോൾ പറ്റിപ്പിടിച്ച ഡേർട്ടൊക്കെ അതിൻ്റെ കൂടെ തന്നെ ഒലിച്ചിറങ്ങും. അതിനുശേഷം നമ്മൾ വെള്ളം വെച്ച് വാഷ് ചെയ്തെടുക്കേണ്ടതാണ്. എന്നിട്ട് ഞാനിപ്പോൾ ഈ കൈ കൊണ്ട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈവൻ ദോ നമ്മൾ പ്രീ വാഷ് ചെയ്ത് കഴിഞ്ഞാലും ചെറിയ മണൽത്തരികളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് വൈപ്പ് ചെയ്യണതിൻ്റെ മുന്നേ ജസ്റ്റ് ഒന്ന് കഴുകി വിടുകയാണ്. ഇല്ലെങ്കിൽ നമ്മൾ വൈപ്പ് ചെയ്യണ സമയത്ത് അതുകൊണ്ട് സ്ക്രാച്ച് ആവും. ഇത് ശരിക്കും ഇതിൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടി ചെയ്യണതാണ്. നമ്മൾ ഷാമ്പു ഉപയോഗിച്ച് ഇതുപോലത്തെ ഒരു ഗ്ലൗസ് വെച്ച് വൈപ്പ് ചെയ്യണ സമയത്ത് ഒരിക്കലും പ്രഷർ കൊടുത്ത് ചെയ്യരുത്. ലൈറ്റായിട്ട് ജസ്റ്റ് നമ്മൾ ടച്ച് ചെയ്തിട്ടാണ് വൈപ്പ് ചെയ്ത് വിടാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ ചെറിയ മണൽത്തരികൾ ഉണ്ടെങ്കിൽ നല്ല രീതിക്ക് തന്നെ സ്ക്രാച്ച് ആവും. ഷാമ്പു വെച്ച് വൈപ്പ് ചെയ്തതിന് ശേഷം എത്രയും പെട്ടെന്ന് അത് നമ്മൾ വാട്ടർ വെച്ച് വാഷ് ചെയ്യണം. അത് ഡ്രൈ ആവാൻ നിൽക്കരുത്. ഡ്രൈ ആയാൽ അത് പെയിന്റിന് നല്ലതല്ല. അതുപോലെ നട്ടുച്ച നേരത്തൊന്നും വണ്ടി കഴുകാൻ നിൽക്കരുത്. എന്നിട്ട് നമ്മൾ അലോയ് വീൽസ് ഒക്കെ ക്ലീൻ ആക്കിയതിന് ശേഷം ബാക്കി ക്ലാഡിങ്സ് ഒക്കെ ക്ലീൻ ആക്കണം. ഞാൻ ക്ലാഡിങ്സ് ക്ലീൻ ആക്കാൻ വേറൊരു തന്നെ തുണി വെക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ലോവർ ബോഡി പാർട്ട് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം മണ്ണും സാധനങ്ങളൊക്കെ ഉണ്ടാവും. അത് പെയിന്റിനെ എഫക്ട് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വേറെ തന്നെ തുണി യൂസ് ചെയ്യണത്. എന്നിട്ട് ഫൈനൽ റൗണ്ട് നല്ല വെള്ളം കൊണ്ട് വണ്ടി മൊത്തത്തിലൊന്ന് വാഷ് ചെയ്തെടുത്തതിന് ശേഷം മൈക്രോ ഫൈബർ ടവൽ കൊണ്ട് വണ്ടി ജെന്റിലായിട്ട് മൊത്തത്തിൽ വൈപ്പ് ചെയ്തെടുക്കേണ്ടതാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹാർഡായിട്ട് അമർത്തി തുടക്കരുത്. ജസ്റ്റ് വൈപ്പ് ചെയ്തെടുത്താൽ മാത്രം മതി. ചെറിയ മണൽത്തരികൾ ഉണ്ടെങ്കിൽ സ്ക്രാച്ച് ആവും. ഈ ഷാമ്പൂവിൽ ഇൻബിൽട്ട് വാക്സ് ഉള്ളതുകൊണ്ട് തന്നെ കാർ കഴുകി കഴിഞ്ഞാൽ ഒരു ഷൈനി എഫക്റ്റ് ആണ്. ഇമ്പോർട്ടൻറ്റ് സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ pH ന്യൂട്രലാണ്. pH ന്യൂട്രൽ അല്ലാത്ത ഒരു ഷാമ്പു യൂസ് ചെയ്യരുത്. ഇവരുടെ പേജ് ഞാൻ കൊളാബ് ചെയ്തിട്ടുണ്ട്. ഇതുപോലത്തെ പ്രീമിയം ഷാമ്പു വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് മെസ്സേജ് ചെയ്താൽ മതി. ഇതിൻ്റെ ഒരു വാല്യൂ പാക്ക് ഉണ്ട് അണ്ടർ 200 റുപ്പീസിന്. കിടിലൻ സാധനമാണ്, മസ്റ്റ് ട്രൈ ആണ്. കഴുകി വൃത്തിയാക്കിയ കാറിൽ ഒരു ഈവനിങ് ഡ്രൈവ് പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ്. അതൊരു പ്രത്യേക ഫീലാണ്. അതൊരു തരം സാറ്റിസ്ഫാക്ഷനാണ്. അത് എന്താ പറയുക, ഈ വണ്ടികളെ സ്നേഹിച്ച് അത് ക്ലീൻ ആക്കി കൊണ്ട് നടക്കണവർക്കാണ് ശരിക്കും അത് പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ. അല്ലാത്തൊരു 3 മണിക്കൂർ എടുത്ത് വണ്ടി കഴുകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വട്ടാന്നേ പറയുള്ളൂ. പക്ഷേ അതൊരു ഫീലാണ്. അത് അറിയണവർക്ക് അതറിയാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ഫോളോ ചെയ്യുക.